നമസ്കാരം. നമ്മൾ ഈ ഹാർപ്പിക്കിന്റെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അതായത് എത്ര തന്നെ സെപ്റ്റി ടാങ്കിലേക്ക്, അതായത് ക്ലോസറ്റിലേക്ക് ഹാർപ്പിക് ഒഴിച്ചാലും ചത്തുപോകാത്ത, നശിച്ചു പോകാത്ത രണ്ട് കീടാണുക്കൾ ഉണ്ടാകും, 2-3 ഉണ്ടാകും. അതായത് അവരുടെ പരസ്യത്തിൽ പറയുന്നത് 99.99% കീടാണുക്കളും നശിച്ചു പോകുമെന്നും, എന്നാൽ അതിൽ തന്നെ ഒരു 2-3 ഉണ്ടാകുമെന്നാണ്. ആ 2-3 അവസ്ഥയാണ് കേരളത്തിലെ ചില സംഘപരിവാർ ഹാൻഡിലുകൾക്ക്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട ചില കീടാണുക്കൾ എന്ന് പറയുന്നത് ഒന്ന് കൃഷ്ണരാജും മറ്റൊന്ന് ശശികലയുമാണ്. കൃഷ്ണരാജ് എല്ലാവർക്കും അറിയാമായിരിക്കും, അതുപോലെ ശശികലയും അറിയാമായിരിക്കും. ഈ കീടാണുക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് കേരളത്തിൽ ആരെങ്കിലും മതസൗഹാർദ്ദമായി മുന്നോട്ട് പോയാൽ, അതായത് മതത്തിൻ്റെ പേരിൽ മുന്നോട്ട് പോയാൽ, മതത്തിൻ്റെ പേരിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് ഏത് കാര്യം ചെയ്താലും അപ്പോൾ തന്നെ ഈ കീടാണുക്കളെല്ലാം ചാടിയിറങ്ങും. ഇതാണ് ഇവരുടെ അവസ്ഥ. അതായത് അതുവരെയും മിണ്ടാതിരിക്കുന്ന ഇവർ മതസൗഹാർദ്ദമായി എന്തെങ്കിലും നടന്നാൽ, അല്ലെങ്കിൽ പലതരത്തിലുള്ള മതസ്ഥരെല്ലാം കൂടി ചേർന്ന് എന്തെങ്കിലും കാര്യം നടത്തിയാൽ, ഏത് കാര്യത്തിലായിരുന്നാലും അപ്പോൾ തന്നെ ഈ കീടാണുക്കൾ വർക്ക് ചെയ്ത് തുടങ്ങും. പിന്നെ അങ്ങോട്ട് ഈ കീടാണു പൊട്ടിയൊലിച്ച് ആ ക്ലോസറ്റ് മൊത്തം നാറ്റിച്ച് സ്വയം നാറുകയും നമ്മളെ മൊത്തത്തിൽ നാറ്റിക്കുകയും ചെയ്യും. ഇതാണ് ഇവർ ഇതുവരെയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഏത് കാര്യമെടുത്താലും, ഇപ്പോൾ നമുക്ക് ആദ്യമായി കേരളത്തിൽ നിപ്പ വന്ന സമയത്ത് വലിയ തരത്തിൽ ഭയപ്പാടോടുകൂടി നിന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിരവധി പേർ സഹായമായി നിൽക്കുകയും ഒപ്പം എന്ത് ചെയ്യണമെന്ന സാഹചര്യം ഉണ്ടായ സമയത്തെല്ലാം ഇവർ മിണ്ടാതിരുന്നു. നിപ്പ മാറി കോഴിക്കോട് പ്രദേശം നോർമലായ ആ സമയത്ത് ഈ പറഞ്ഞ കീടാണുക്കളെല്ലാം പൊട്ടിയൊലിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ഫ്ലഡ് വന്ന സമയത്ത് കേരളത്തിലുള്ള ഓരോ ജനങ്ങളും, അതായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രം ആദ്യ സമയത്ത് 575 ലോഡുകളിൽ പരം സാധനങ്ങൾ സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളായിട്ട് കയറ്റുകയുണ്ടായി. അന്നെല്ലാം ഇവർ സേവാഭാരതിയുടെ പേരിൽ ഇവരും നടത്തിയെന്ന് പറയപ്പെടുന്നു. അതിൽ പലതും കാറ്റി നിറച്ച വണ്ടികളായിരുന്നു എന്നുള്ള ട്രോളുകളും ആക്ഷേപങ്ങളും വരെ ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒത്തൊരുമയോടെ നിന്ന് ഒരു ദുരന്തത്തെ നേരിടുമ്പോൾ ഈ കീടാണുക്കൾ അവിടെയും ചെയ്തത് ഈ എങ്ങനെ കൃമിക്കുത്തുണ്ടാക്കാം എന്നുള്ളതായിരുന്നു. അതായത് എങ്ങനെ അതിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിൽ എങ്ങനെയെല്ലാം കുത്തിത്തിരിപ്പുണ്ടാക്കാം എന്നാണ് ഇവ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഫ്ലഡ് വന്നപ്പോഴും, അത് കഴിഞ്ഞ് വീണ്ടും കോവിഡ് വന്ന സാഹചര്യത്തിലെല്ലാം എത്രത്തോളം വർഗീയത പ്രചരിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വർഗീയത പ്രചരിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കോവിഡ് സമയത്ത് വലിയ തരത്തിലുള്ള മരണങ്ങൾ വരെ ഉണ്ടായപ്പോൾ ആൾക്കാർ ഭയന്ന് നിന്ന സമയത്ത് ഒരു പ്രദേശത്തേക്ക് ഒരു മൃതദേഹം അടക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. ഈ അടക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് ദഹിപ്പിക്കുകയാണെന്ന് ചെയ്യുന്നത്, അതായത് മൃതദേഹം കത്തിക്കുകയാണ് ചെയ്തിരുന്ന സമയം. ആദ്യ സമയത്ത് അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു പ്രദേശത്തെ നിരവധി സംഘിക്കുഞ്ഞുങ്ങളെല്ലാം കൂടി ചേർന്ന് ആ മൃതദേഹത്തെ ആംബുലൻസിനെ തടയുകയാണ്. അവർ പറയുന്നത് ഈ മൃതദേഹം ഇവിടെ കത്തിച്ചാൽ ആ പുക അവിടെ മൊത്തം പകരുകയും അതിലൂടെ കോവിഡ് വരുമെന്നാണ്. ഈ പറയുന്ന ടീം ഏതാണെന്നറിയാവോ? പാട്ട കൊട്ടിയാലും കൈയടിച്ചാലും കോവിഡ് പോകും, അല്ലെങ്കിൽ ചാണകത്തിൽ മുങ്ങിയാൽ മതി കോവിഡ് പോകും എന്ന് പറഞ്ഞ അതേ ടീമാണ് ഇതെല്ലാം പറഞ്ഞുണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിൽ എപ്പോഴെല്ലാം ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എപ്പോഴെല്ലാം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഒരു മനുഷ്യന് എപ്പോഴെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോഴെല്ലാം സഹായിക്കേണ്ട, പക്ഷേ കുത്തിത്തിരിപ്പുമായി മാത്രം വന്ന ടീമുകളാണ് ഈ പറഞ്ഞവരെല്ലാം. ഇതിൽ പ്രധാനിയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജും KP ശശികലയും. ശശികല ടീച്ചർ എന്നൊക്കെയാണ് പറഞ്ഞത്, എന്നാൽ അവരെ ടീച്ചർ ആരെന്ന് വിളിക്കുമെന്ന് സത്യത്തിൽ ആർക്കും അറിയില്ല. അതാണ് ഏറ്റവും വലിയ. ഇവർ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവർ പഠിപ്പിച്ച വിദ്യാർത്ഥികളുടെ അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇവരിങ്ങനെയാണെങ്കിൽ ആ വിദ്യാർത്ഥികൾ എന്തുമാത്രം പാപം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്രമാത്രം അവരുടെ പാപം ചെയ്തിട്ടായിരിക്കും ഇവരൊക്കെ അധ്യാപകന്മാരായിട്ട് കിട്ടുക എന്നുള്ളതാണ്. എന്തോ ഭാഗ്യം കൊണ്ടാണ് അവരൊക്കെ രക്ഷപ്പെട്ടത്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം, റഹീമിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് 34 കോടി രൂപ സമാഹരിക്കുന്നതിലേക്ക് കേരളം ഒരുമിച്ചിറങ്ങുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ ആദ്യമൊക്കെ ഒരു മിണ്ടായിരുന്നു. കാര്യം ഇവരെല്ലാം പ്രതീക്ഷിച്ചത് 34 കോടിയൊന്നും കിട്ടത്തില്ല, നടക്കത്തില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ 34 കോടിയിലേക്ക് അടുക്കാൻ പോകുന്ന സമയം, 30 കോടി കഴിഞ്ഞ ഉടനെ, അതായത് 29 കോടി കഴിഞ്ഞ ഉടനെ ഇവരങ്ങോട്ട് കുത്തിത്തിരിപ്പോയി ഇറങ്ങി. മലയാളി പൊളിയാണ് എന്ന് ഓരോരുത്തരായി പോസ്റ്റ് ഇട്ട് അഭിമാനം കൊള്ളുന്ന ആ സമയത്ത് കൃഷ്ണരാജിൻ്റെ കമൻറ്റ് വന്നു, മലയാളി പൊളിയല്ല തല്ലിപ്പൊളിയാണ് എന്ന് പറഞ്ഞു. ഒരു ജിഹാദിക്ക് വേണ്ടി, ഒരു ക്രിമിനലിന് വേണ്ടി
പണം സമാഹരിക്കുന്നു, ഒരു കൊലയാളിയെ വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു, അവർക്ക് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഇനി കണ്ടറിയണം, അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് ഇനി കണ്ടറിയണം. ഇതായിരുന്നു കൃഷ്ണരാജിന്റെ കമന്റ്. എന്നാൽ ശശികല പറഞ്ഞത് മറ്റൊരു തരത്തിലാണ്. ശശികല പറഞ്ഞത് ഒരു രോഗിക്ക് വേണ്ടി പണം പിരിക്കാൻ കഴിവില്ലാത്തവരാണ് ഒരു കൊലയാളിക്ക് വേണ്ടി, ഒരു ജിഹാദിക്ക് വേണ്ടിയൊക്കെ പണം പിരിക്കുന്നത് എന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് വരാൻ തുടങ്ങിയത്. ഇത് ഈ ചുവട് പിടിച്ച് നിരവധി കീടാണുക്കളെല്ലാം പല സ്ഥലത്തു നിന്നും പല ക്ലോസറ്റുകളിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി. ഈ ക്ലോസറ്റുകളിൽ നിന്നെല്ലാം ഇവരിറങ്ങി നാട്ടിൽ മൊത്തം ഈ പറഞ്ഞ ദുർഗന്ധം വമിപ്പിക്കാൻ തുടങ്ങി. അത് വലിയ തരത്തിൽ വമിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മലയാളം എല്ലാം കൂടി ചേർന്ന് വീണ്ടും ഹിറ്റടിച്ചും അതുപോലെ തന്നെ ഈ ക്ലോസറ്റ് ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് ഉപയോഗിച്ച് അങ്ങ് കഴുകി കളഞ്ഞു. അപ്പോൾ അതിലും കുരുപൊട്ടി വീണ്ടും ഇറങ്ങുന്ന സാഹചര്യം പിന്നെയും ഉണ്ടായി. ഇത് പറയാൻ കാരണം നമുക്ക് കേരളത്തിൽ എപ്പോഴെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എപ്പോഴെല്ലാം പ്രതിസന്ധിയിലാവുന്നോ അപ്പോഴെല്ലാം ഇവരാരും സഹായിച്ചതായി കണ്ടിട്ടില്ല, ഇവരാരും സഹായിക്കാൻ നിന്നതും കണ്ടിട്ടില്ല. എന്നാൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇജാതി വർഗങ്ങളല്ലാതെ വേറെ ആരും ഉണ്ടാവുകയുമില്ല. കഴിഞ്ഞ വിഷുദിനത്തിൽ, അതായത് ഇപ്പോൾ കഴിഞ്ഞ വിഷുദിനത്തിൽ കൃഷ്ണരാജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. വെടിക്കെട്ടോടുകൂടി വിഷു ആശംസകൾ എന്ന് പറഞ്ഞാണ് പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റിലുള്ളത് കുറച്ച് സ്ത്രീകളും ഒരു പുരുഷനുമായിരുന്നു. ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് രഹ്ന ഫാത്തിമ, ദിയാസന, ശ്രീലക്ഷ്മി അറക്കൽ, ബിന്ദു അമ്മിണി അങ്ങനെയുള്ളവരായിരുന്നു. പുരുഷൻ എന്ന് പറയുന്നത് മൈത്രേയനായിരുന്നു. ഇവരെല്ലാം കൂടി നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് വെടിക്കെട്ടോട് കൂടിയുള്ള വിഷു ആശംസകളെന്ന് കൃഷ്ണരാജ് പോസ്റ്റ് ഇട്ടത്. ഈ വിഷുദിനത്തിലെ ഈ പോസ്റ്റ്, മൈത്രേയൻ ഉൾപ്പെടുന്ന കുറച്ച് സ്ത്രീകൾ നിൽക്കുന്ന ഈ പോസ്റ്റ് മറ്റൊരാളാണ് ഇട്ടിരുന്നെങ്കിൽ അവിടെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസ് വരും. ഒപ്പം തന്നെ വിഷുവിനെ അവഹേളിച്ചതിനും മതസ്പർദ്ധ നേതൃത്വത്തിൽ കേസ് വരും. അങ്ങനെ പലതും വരും. എന്നാൽ ഇവർ ആയതുകൊണ്ട്, കൃഷ്ണരാജ് ആയതുകൊണ്ട് മാത്രം കേസില്ല. ഒപ്പം നമുക്കറിയാം ഈ പറഞ്ഞ ശശികലയുടെ പേരിൽ, മതസ്പർദ്ധ ഉണ്ടാക്കിയതിന്റെ പേരിൽ നോൺ ബെയിലബിൾ കേസ് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഒട്ടനവധി ജാമ്യമില്ലാ വകുപ്പുകൾ കേസെടുത്ത നിരവധി സംഘി കീടാണുക്കളുണ്ട്. ഇവർക്കെതിരെയൊന്നും ഇതേവരെ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാന കാര്യം. 7 വയസ്സുകാരന്റെ മുദ്രാവാക്യം വിളിയിൽ തകർന്നു പോയ ജനങ്ങൾ, അല്ലെങ്കിൽ ഞെട്ടിപ്പോയ ജനങ്ങൾ, ഇവരുടെ ഈ വിഷജന്തുക്കളുടെ വായിൽ നിന്ന് വരുന്ന വിസർജനം ആർക്കൊന്നും തോന്നുന്നില്ല. അതാണ് ഇക്കാര്യം. അങ്ങനെ ഇവർ ഓരോ തവണയും ഇങ്ങനെ ഓരോരോ കുത്തിത്തിരിപ്പുകളും ഓരോരോ സെപ്റ്റി ടാങ്കിലെ കീടങ്ങളായി വീണ്ടും 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 മാറുന്ന സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നു. എന്നിട്ടും ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വിചിത്രമായ കാര്യം.